രണ്ടാമത്തത് നിങ്ങൾ പറഞ്ഞ വികസനം. നിങ്ങൾ കേരളത്തിലെ റോഡുകളിലെ കുഴികളെ കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ 3 ദിവസത്തിനകം 3 വിമാനത്താവളങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് എന്ത് വികസനത്തിന്റെ മാതൃകയാ? 10-15 പാലങ്ങൾ തകർന്നു പോകുന്നത് എന്ത് വികസനത്തിന്റെ മാതൃകയാ? എന്തിനാ നിങ്ങൾ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്നത് എന്ത് വികസനത്തിന്റെ മാതൃകയാ? റോട്ടിലെ കുഴികളെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വാഗ്ദാനം ചെയ്ത രാമക്ഷേത്രം എന്തുകൊണ്ട് ചോർന്നൊലിച്ചു എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് പണി പൂർത്തിയായില്ല എന്നാ. ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞല്ലോ പണി പൂർത്തിയാകാതെയാണ് നിങ്ങൾ പ്രതിഷ്ഠ നടത്തിയെന്ന്. അന്ന് നിങ്ങൾ സമ്മതിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പണി പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ചോർന്നൊലിച്ചതെന്ന്. എങ്കിൽ പിന്നെ എന്തിനാണ് ചോർന്നൊലിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ മറ്റാളുകളെയും സസ്പെൻഡ് ചെയ്യുകയും കരാറുകാരെ ഒഴിവാക്കുകയും ചെയ്തത്? അപ്പോൾ അതിൽ അഴിമതി നടന്നു. രാമക്ഷേത്രത്തിൽ വഴി അഴിമതി നടത്തിയ BJPയെ ജനങ്ങൾ കാലേ കൂട്ടി കണ്ട് തോൽപ്പിച്ചു രാമജന്മഭൂമിയിൽ. ഒന്നാമത്തെ കാര്യം. അടുത്തത് നിങ്ങൾ പറഞ്ഞത് ഉത്തർപ്രദേശിലെ ഗുണ്ടാ രാജായിരുന്നു പണ്ടുണ്ടായിരുന്നത്, ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലെന്ന്. പണ്ട് ഗുണ്ടാ രാജാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഗുണ്ടയുടെ രാജാണ് അവിടെ നടക്കുന്നത്. ബുൾഡോസർ രാഷ്ട്രീയമാണ് നടക്കുന്നത്. വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആളുകളുടെ വീടിടിച്ച് നിരത്തുന്നതാണോ വികസന പ്രവർത്തനം? ആ മനുഷ്യർക്ക് ജീവിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ അതിനെ വികസന പ്രവർത്തനം എന്ന് പറയാം. ആളുകൾ താമസിക്കുന്ന വീട് അത് വസ്ത്രത്തിന്റെ, ഭക്ഷണത്തിന്റെ, ആരാധനയുടെ, വിശ്വാസത്തിന്റെ ഒക്കെ പേരിൽ അവരെ ആക്രമിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ പേരാണോ നിങ്ങൾ വികസനം എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയാണോ നിങ്ങൾ വികസനം നടത്തുന്നത്? നിങ്ങൾ G20യും മറ്റു പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഈ ആളുകളെ മുഴുവൻ മൂടിക്കെട്ടുന്നത് പോലെ ആളുകളുടെ മുഴുവൻ ചേരി പ്രദേശങ്ങളെ ആളുകളെ ഇടിച്ചു നിരത്തിക്കൊണ്ട് ഒഴിവാക്കുമ്പോൾ അതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഇന്ന് യോഗി ആദിത്യനാഥ് അനുഭവിക്കുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെ പരസ്യമായിട്ട് യോഗി ആദിത്യനാഥിനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ BJP വലിയ ഡൗൺവേർഡ് ഷിഫ്റ്റിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾ സമ്മതിക്കണ്ട. നിങ്ങൾ സമ്മതിക്കാതെ എന്നാണ് താങ്കളുടെ അഭിപ്രായം.